ഇതെന്താണെന്നറിയോ? ഇതൊരു കല്യാണ ചെക്കനാണ്, അതായത് മണവാളൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഇതൊന്നും സംഭവം ഒരു മൊത്തം പൂവേ കാണാനില്ലോ. ഓരോ നാട്ടിലോരോ പ്രതിമ ഉണ്ടാകലുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ. ഞാനൊരു കളിയാക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ അതായത് വെച്ചാൽ അത് സുജൂദിൽ ഇടയിൽ ഇരുത്തം പോലെ ഇരുന്നിട്ട് അതിൻ്റെ മേലെ മാലയിട്ടിട്ടെല്ലാം നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പം അതുപോലെ തോന്നും. പക്ഷേങ്കിൽ ഇവിടെ ഇത് നിന്നിട്ടാണല്ലേ. ഇതെന്താണെന്നറിയോ? 2025 ജൂലൈയിൽ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് വളരെ ആർഭാടമായിട്ട് കഴിഞ്ഞൊരു കല്യാണ ചെറുക്കനാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ആർഭാടം പാടില്ല, ആർഭാടം പാടില്ല. അപ്പം അത് അതേപടി അനുസരിച്ചിട്ട് ആർഭാടം അധികമൊന്നും ഇല്ലാണ്ട് ചെയ്തൊരു കല്യാണമാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ പുതുമണവാളനെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും അല്ലേ, വല്ല ആർഭാടമൊന്നും ഇല്ലയെന്ന്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടില്ലേ. കാരണം വെച്ചാൽ നമ്മളെ ഈ നാട്ടിലൊക്കെ ഈ ഡ്രമ്മടി ഇതുപോലത്തെ ഈ കരടിക്കൂട്ടെല്ലാം ഉണ്ടായാൽ എവിടെയാണെന്നറിയോ, ഈ താലപ്പൊലെല്ലാം കൊണ്ടുപോകുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനെല്ലാം കൊണ്ടുപോകുന്ന താലപ്പൊലി എന്താ പറയുക പരിപാടിയുടെ ഒപ്പരാണ് ഇങ്ങനത്തെ ഈ കരടിക്കൂട്ടും അതിൽ ഡ്രമ്മടിയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാനൊരിക്കലും ഇവനെ താലപ്പൊലിയാക്കിയിട്ട് ഇങ്ങനെ അനയിച്ച് കൊണ്ടുപോകുന്നതൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം വളരെ ഈമാനുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പം കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയില്ലേ. ഇതിനിടെ ഇതുപോലത്തെ ഒരു കല്യാണം ഭയങ്കരമായിട്ട് വിവാദമായിന്. കാരണം അത് കണ്ണൂർ വാരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലൊരു കല്യാണം ആർഭാടമായിട്ട് കല്യാണം കഴിച്ച് ഒട്ടകപ്പുറത്ത് മണവാളനെല്ലാം കൊണ്ടുവന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനമൊക്കെ തടഞ്ഞ് ബ്ലോക്കാക്കി വെച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനെച്ചിൽ ഉണ്ടായിന്. അന്നേരം ഇതുപോലെ കുറേ നിയമങ്ങൾ പുറത്ത് വന്നിന്. ഇനി ആർഭാടമായിട്ട് കല്യാണം കഴിക്കുന്നതൊക്കെ ഭയങ്കരമായ നടപടിയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതുവരെ അത് നിലവിൽ വന്നിട്ടില്ല. ഇങ്ങനെ ബായി വാക്കാൻ ഇങ്ങനെ പറയുന്നല്ലാണ്ട് ഒരിക്കലും അത് എവിടെയും വന്നിട്ടില്ല. സത്യത്തിൽ ഇങ്ങനത്തെ ഓരോ കർശന നടപടി നിയമങ്ങളൊക്കെ വരണം എന്നാണ്. എന്തെങ്കിൽ പാവങ്ങൾക്കും ജീവിക്കാൻ കഴിയും. അല്ലഞ്ഞാൽ ഇവർ ഈ കുറച്ച് പണക്കാർ ആൾക്കാരൊക്കെ ഇത്ര ആർഭാടമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ടായാൽ പാവങ്ങൾക്കാണ്. കാരണം അവർക്ക് ഇതുപോലെ ആർഭാടമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, സാഹചര്യം അങ്ങനെയാണ്. പക്ഷേങ്കിൽ അതെന്തായാലും നിലവിൽ വന്നേ പറ്റൂ. പിന്നെ ചെറിയൊരു സമാധാനം, പാവപ്പെട്ടവരായാലും പണക്കാരായാലും കല്യാണം കഴിച്ച ഒരൊറ്റ ഉദ്ദേശം മാത്രമല്ലേ ഉണ്ടാവൂ. ആ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ.